പമ്പിംഗ് സിസ്റ്റം ചാലുവാക്കി നിർത്തുക, എപ്പോഴും ഓണാക്കി നിർത്തുക. രണ്ടാമത്തെ ലക്ഷ്യം തന്നെ ഡീപോപ്പുലേഷൻ. ഈ പറഞ്ഞ പോലെ ബിൽ ഗേറ്റ്സിനെയും അതുപോലെയുള്ള വേൾഡ് ഇന്റർനാഷണൽ ക്രിമിനൽസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ എങ്ങനെ മനോഹരമായ ആൾക്കാരെ കൊല്ലാം എന്നതിനെ പറ്റി റിസർച്ച് ചെയ്യുന്നൊരു കൈവേറെയാണ് ഈ പറഞ്ഞ ബിൽ ഗേറ്റ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽ ഗേറ്റ്സിന്റെ സ്റ്റൈൽ നോക്കുവാണെങ്കിൽ ഇദ്ദേഹം ഒരുപാട് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയെടുത്തു ഇയാൾ. ഓക്കെ, നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ ഉപജ്ഞാതാവായ ബിൽ ഗേറ്റ്സിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഈ പൈസയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർ ഈ കൺസോർഷ്യത്തിൽ ഇദ്ദേഹം ജോയിൻ ചെയ്തപ്പോൾ പിന്നെ ഇയാളുടെ മേഖല മാറ്റാണ്. ഇയാൾ വളരെ വണ്ടർഫുൾ ആയിട്ട് ഇയാളെ മേഖല ഹെൽത്ത് സെക്ടർ, അതുപോലെ പിന്നെ സീഡ് ബാങ്കിങ്, അങ്ങനെ ലോകത്തിന്റെ നന്മയ്ക്ക്, ലോകത്തിന്റെ വെളിച്ചത്തിന് വേണ്ടി പ്രവർത്തിക്കാവുന്ന വ്യാജേന ആൾക്കാരെ കൊന്നൊടുക്കുകയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോദിക്കട്ടെ, 2020 വന്ന കോവിഡ് വൈറസ്, ഇതിനെപ്പറ്റി 2016 ജെഫ്രി എപ്സ്റ്റീന് വ്യക്തമായ മെയില് അയച്ചിരിക്കുകയാണ് ഈ ബിൽ ഗേറ്റ്സ്. എന്താണ് ചോദിക്കുന്നത് മെയിലില്? വി ആർ ഗെറ്റിംഗ് റെഡി ഫോർ പാൻഡമിക്സ്. എപ്സ്റ്റീൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ഞങ്ങൾ പാൻഡമിക്സിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ 2016. അപ്പോൾ അവൻ പ്ലാൻ ചെയ്ത് കൊറോണ വൈറസ് ഇറക്കുകയും അത് അസമയത്ത് തന്നെ അവന്റെ വേറൊരു ചംച്ചയായിട്ടുള്ള, ഈ പറഞ്ഞ റോഡ് ഷെയ്ൽഡിന് ചംച്ചയായിട്ടുള്ള ഈ പറഞ്ഞ ഭ്രാന്തൻ കളവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്. ദിസ് ഇസ് എ ചൈനീസ് വൈറസ്. ഈ വൈറസ് ചൈനയിൽ നിന്ന് വന്നതാന്ന് പറഞ്ഞിട്ട് അന്നേരം തന്നെ ഇവർ മൊത്തം ഒരു മാഫിയ ടീമാണ്. അങ്ങനെ ചൈനയെ ബ്ലെയിം ചെയ്യുന്നുണ്ട് അന്ധകാലത്തെ. എന്നിട്ട് ഇവര് ഈ 2016 തന്നെ 2019 ലാസ്റ്റിൽ ബിൽ ഗേറ്റ്സ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ജർമ്മൻ കമ്പനിയായ ബയോടെക്കിൽ, ഒരു $55 മില്യൺ. അന്ന് ഇവനോട് പത്രപ്രവർത്തകർ ചോദിച്ചു പറഞ്ഞത്, അത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും HPV വാക്സിന് വേണ്ടിയിട്ടും അതുപോലെ HIV RNA ഡെവലപ്മെന്റ് വാക്സിന് വേണ്ടിയിട്ടൊക്കെയുള്ള എൻ്റെ ഒരു സംഭാവനയാണെന്ന് പറഞ്ഞു. ഓക്കെ, അതും കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴാണ് കൊറോണ വരുന്നതും. ഇതേ ബിൽ ഗേറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയാണ് കൊറോണയുടെ ഫൈസർ മരുന്ന് ഇറക്കുന്നത്, ഫൈസർ ബയോഎൻടെക്. എന്തായി? ഒരുപാട് ആൾക്കാരെ അദ്ദേഹത്തിന്റെ ഇത് വെച്ചിട്ട് കൊന്നു. ആദ്യം പിന്നെ വൈറസ് കൊണ്ടുവന്ന് കൊന്നു, പിന്നെ ഈ മരുന്നുണ്ടാക്കിയിട്ട്, ഈ രോഗമായിട്ട് ബന്ധമില്ലാത്ത മരുന്നുണ്ടാക്കിയിട്ട് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയലും തലച്ചോറിലേക്കുള്ള ബ്ലഡ് ക്ലോട്ടിങ്ങും ഒക്കെ ആയി ഒരുപാട് ആൾക്കാർ ലോകത്ത് നിന്ന് മരിച്ചു. ഈ മരുന്ന് അടിച്ചതിൽ എത്ര ശതമാനം ആൾക്കാർ മരിച്ചു എന്നുള്ളത് റിപ്പോർട്ടുകൾ പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ആൾക്കാരെ എങ്ങനെ നൂതനമായ രീതിയിൽ കൊന്ന് തീർക്കാന്നുള്ളതിന് ഒരു കൺസെപ്റ്റാണ് ബിൽ ഗേറ്റ്സ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഉണ്ടാക്കി കണ്ടില്ലേ, ഇപ്പം കാണില്ലേ സോളാർ റീ എഞ്ചിനീയറിംഗ്. എന്ത് കോപ്പാണത്? സൂര്യന് ചൂട് കൂടുതലാവുമല്ലോ, അതുകൊണ്ട് അലുമിനിയം പാർട്ടിക്കിൾസ് ഒക്കെ കെമിക്കൽ സ്പ്രേ ചെയ്തിട്ട് സൂര്യനെ ഒരു ലെയർ ഉണ്ടാക്കി കവർ ചെയ്തിട്ട് പിന്നെ സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലേക്ക് കുറച്ചിട്ട് ക്ലൗഡ് കൂടുതൽ ഫോം ആക്കിയിട്ട് ക്ലൗഡ് സീഡിങ് നടത്തി മഴയൊക്കെ പേവിച്ച്, ചുരുക്കി പറയാൻ ചൈനയിൽ നിന്ന് വരുന്ന കെമിക്കൽ തലയിൽ വേണ്ടിയിട്ട് നമ്മളെല്ലാം